ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ നമ്മുടെ അടുത്ത പാനൽ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നൊവേഷൻ, ദ കീ ടു സക്സസ്. അതായത് നവീകരണം അല്ലെങ്കിൽ പുതുമ, അതാണ് ബിസിനസ്സിൻ്റെ വിജയത്തിലേക്കുള്ള താക്കോൽ. ഇവിടെ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ, ബിസിനസ്സിൽ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എന്താ പറയുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചലഞ്ചസും തുടങ്ങും. എവരി ഡേ ന്യൂ ചലഞ്ചസ് ആണ്. അപ്പോൾ അങ്ങനെ ചലഞ്ചസിനെ മറികടക്കാനായിട്ട് നമ്മൾ ബെറ്റർ സൊല്യൂഷൻസ് കണ്ടെത്തി അത് നടപ്പാക്കുക, അതാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ പലതരത്തിലുള്ള ഇന്നൊവേഷൻസിന് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്നവർക്കായിരിക്കും ബിസിനസ്സിൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പോൾ രാവിലെ നമ്മളിവിടെ കേട്ടു റിലയൻസ് ഇൻഡസ്ട്രീസ്, അതായത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ടൈക്കൂൺ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്, അവർ തുടങ്ങിയത് ശരിക്കും ടെക്സ്റ്റൈൽസിൻ്റെയും സ്പൈസസിൻ്റെയും ട്രേഡിംഗ് ആണ്, കച്ചവടമായിട്ട് തുടങ്ങിയ കമ്പനിയാണ്. പക്ഷേ ഇന്ന് റിലയൻസ് എന്തില്ല എവിടെയില്ല എന്നുള്ളൊരു തലത്തിലേക്ക് അവർ വളർന്നു. അതെങ്ങനെയാണ് വളർന്നത്? അവർക്കുണ്ടായ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ്, ആ ചലഞ്ചസിനെ മറികടക്കാൻ അതിൻ്റെ പ്രൊമോട്ടർമാർ അതാത് സമയത്ത് എടുത്ത ഡിസിഷൻസും ആ തന്ത്രങ്ങളുമാണ് അവരെ ഇത്രയും വലിയ ഗ്രൂപ്പായിട്ട് വളർത്തിയത്. അത് ഇവിടുത്തെ ഏറ്റവും ചെറിയ ബിസിനസ് സംരംഭകന് തൊട്ട് ഏറ്റവും വലിയവർക്ക് വരെ അത് ബാധകമാണ്. അതായത് ഇന്നൊവേഷൻസ്, ആ ചലഞ്ചസിനെ മറികടക്കാനുള്ള ആ ഒരു ഇന്നൊവേഷൻസാണ് നമ്മുടെ ബിസിനസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഇന്നത്തെ നമ്മുടെ പാനൽ ഡിസ്കഷനിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാനസ് മധു, കോ ഫൗണ്ടർ ആൻഡ് മാനേജിങ് ഡയറക്ടർ ബിയോണ്ട് സ്നാക്സ്. അതായത് നമ്മുടെ കായുപ്പേരി. ആ കായുപ്പേരിക്ക് അപ്പുറം അതിലെന്തൊക്കെയുണ്ട്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയുണ്ട് എന്ന് പരീക്ഷിച്ച് വിജയിച്ച് കേരളത്തിന് പുറത്ത് വളരെ നല്ലൊരു മാർക്കറ്റ് വളർത്തി, വളരെ ചെറിയൊരു സമയം കൊണ്ട് നല്ലൊരു മാർക്കറ്റ് വളർത്തിയെടുത്ത് വിജയിപ്പിച്ച ഒരു സംരംഭകനാണ് മാനസ് മധു. അടുത്തത് കേരള മാക്സിവ. കേരള മാക്സിവ ഈ പറയുന്ന പോലെ കേരളത്തിലെ നാഷണൽ ലെവലിൽ എടുത്താൽ നമ്മളുടെ NBFCകൾ ഏറ്റവും വലിയ അധികായന്മാരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് താമസിച്ചു വന്നതാണെങ്കിലും അവരുടെ ഒപ്പം ഓടിയെത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കേരള മാക്സിവയുണ്ട്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ CEO എന്നുള്ള ഇതിൽ മിസ്റ്റർ മനോജ് രവി. അടുത്തത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നാണ് ടൈറ്റർ ഗ്രൂപ്പിൻ്റെ ഡാഡു ഇൻഫ്ലൂ. അതായത് റിയൽ എസ്റ്റേറ്റ് നമ്മുടെ താമസമാണല്ലേ, ആ താമസം വീട് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ ഓരോ ദിവസവും നമ്മൾ പുതുമകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പുതുമകൾ നടപ്പാക്കി ഒന്ന് ശ്രദ്ധിച്ച് ബിസിനസ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നിങ്ങളുടേതായിട്ട് ആ വിഷണറീസുകളുടെ കൺസെപ്റ്റിനനുസരിച്ച് ബിസിനസ് അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി വന്നിരിക്കുന്ന ഗ്രൂപ്പാണ് ഡാഡു ഇൻഫ്ലൂ ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അടുത്തത് ഇന്ദു മേനോൻ. ഇന്ദു മേനോൻ കര വെഞ്ചേഴ്സ്, അതായത് നമ്മളുടെ ഈരഴ തോർത്തില്ലേ, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, രാവിലെ കുളി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഈരഴ തോർത്ത്. ആ ഈരഴ തോർത്ത് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിനെ വർഷങ്ങളായിട്ട് അതിൻ്റെ ഹൈ വാല്യൂ പ്രോഡക്ട്സ് ഉണ്ടാക്കി അമേരിക്ക അടക്കം വിപണനം ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന കര വെഞ്ചേഴ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അതോടൊപ്പം ഇവിടുത്തെ നമ്മുടെ കരകൗശല മീൻസ് നെയ്ത്തുകാരുടെ അവർക്കൊരു ഒത്തിരി നെയ്ത്തുകാർക്ക് അവരുടെ ഒരു ഉപജീവനത്തിന് അഡീഷണൽ ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റിയും കൂടെ ചെയ്യുന്നൊരു മേഡമാണ്. അപ്പോൾ 4 പേരെയും ഞാൻ, അതായത് പുതുമകളുടെ കൂടെ ഈ ബിസിനസ്സിൽ വളർന്നു വരുന്ന ഈ 4 പേര്, വളർന്നു വരുന്നതല്ല, പുതുമകൾ ഉപയോഗിച്ച് ബിസിനസ് ഗ്രോത്ത് സ്ഥിരതയോടെ നിർത്തുന്ന 4 പേരാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മാനസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്? എനിക്ക് 4 പേരോടും നമ്മുടെ തുടക്കത്തിലെ ചോദ്യം അത് തന്നെയാണ്. എങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്നു, എന്തുകൊണ്ട് വന്നു? അത് 4 പേർക്കും അത് ഷെയർ ചെയ്യാം. ഫസ്റ്റ് മാനസ്. തീർച്ചയായും. ഞാൻ ബിസിനസ്സിലോട്ട്, എനിക്ക് പണ്ട് തൊട്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് എസ് എ വേർഡ് ഇത്രയും ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡായി മാറുന്നത്. ശരിക്കും
2006 ഞാൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ ഓൺടർപ്രണർഷിപ്പിന് അത്ര വലിയ മാർക്കറ്റും ഇല്ല. അപ്പം എന്ത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ ബിസിനസ്സിൻ്റെ ഒരു ഡിഗ്രി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ MBA ചെയ്തു. MBA ചെയ്യുന്ന സമയത്തും എൻ്റെ സെർച്ച് ശരിക്കും എന്താണ് ഒരു പൊട്ടൻഷ്യൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയുണ്ടായി. അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ അഡീഷനിൽ നിന്നുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിളാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അതിൻ്റെ പുറകിന് കുറേ നടന്നു, ഒരുപാട് ആളുകളെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഫൈനലി ഒരു സ്പാർക്ക് കിട്ടി, ഒരു ജാക്ക് ഫ്രൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അപ്പോൾ ശരിക്കും ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ശരിക്കും ഒരു മീറ്റിൻ്റെ ഒരു ടെക്സ്ചർ തരുന്നതുകൊണ്ട് അതിനെ ഒരു ഇറച്ചിയുടെ അല്ലെങ്കിൽ ഒരു മീറ്റിൻ്റെ ആ ഒരു ഫീല് പൊട്ടിക്കുന്നുണ്ട്. ബർഗർ പാറ്റീസ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് കൊണ്ടുവന്നെങ്കിലും അതിലൊരുപാട് മാർക്കറ്റിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ട്രേഡ് ഷോസിലൊക്കെ കൊണ്ടു നോക്കുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അതൊരിക്കലും സെയിലിലോട്ടോ അല്ലെങ്കിൽ ഒരു മോണിറ്റൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു നല്ല ഒരു ലെവലിലോട്ട് അതിനെ കൊണ്ടുവരാൻ അതിൽ വന്നില്ല. അതൊരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അപ്പോൾ അതിങ്ങനെ വലിയൊരു ഇതായിട്ട് പോകാത്തത് കൊണ്ട് കൂടുതൽ അവന്യൂസ് ഞാൻ നോക്കാൻ തുടങ്ങി. ആ സമയത്താണ് അപ്പം ഞാനൊന്ന് ട്രാവൽ ചെയ്യാനിടയായത്. ഈ ഒരു ട്രേഡ് ഷോയ്ക്ക് വേണ്ടി പോയായിരുന്നു ഈ ഇടിച്ചക്ക ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുമായിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ അകത്ത് കയറി കഴിക്കാതെ പുറത്ത് നിന്ന് തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പാക്കറ്റ് ചിപ്സ് മേടിച്ച് കഴിഞ്ഞപ്പം ആ ചിപ്സിന് കഴിച്ചത് അത്ര നല്ല ടേസ്റ്റി ആയിട്ടില്ലെങ്കിൽ നല്ല ക്വാളിറ്റി കുറഞ്ഞൊരു ചിപ്സായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ ഫ്ലൈറ്റിലിരുന്നിട്ടാണ് എനിക്ക് ഫസ്റ്റ് സ്പാർക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ പൊട്ടറ്റോ ചിപ്സ് ഇത്രയും വലിയൊരു മാർക്കറ്റായിട്ടും ബനാന ചിപ്സോ ജാക്ക് ഫ്രൂട്ട് ചിപ്സോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡഡ് പ്ലേ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പിന്നീട് അതിൻ്റെ അകത്തിൽ ഞാൻ ആ ട്രേഡ് ഷോയ്ക്ക് പോകുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫിസിക്കലി ഞാൻ അവിടെ പ്രസൻ്റ് ആയിരുന്നെങ്കിലും മനസ്സുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അകത്ത് മുഴുവൻ ഞാൻ ഈ ബനാന ചിപ്സും ജാക്ക് ഫ്രൂട്ട് ചിപ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ള തിരിച്ചു പോയിട്ട് ഇത് ബോംബെ വെച്ചായിരുന്നു ഈ ട്രേഡ് ഷോ. തിരിച്ച് നാട്ടിൽ വന്നിരുന്നതിന് ആദ്യം ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരു 3-4 മാസം ഇതിൻ്റെ പുറമെ തന്നെ നടന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് പിടുത്തം കിട്ടി, നല്ല ക്വാളിറ്റി ബനാന ചിപ്സ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന പ്ലേയേഴ്സ് ആരും തന്നെ ഇന്ന് ഇന്ത്യയിലില്ല. എല്ലാവരും ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ അത്ര ഇന്നോവേഷൻ കൊണ്ടുവരാനായിട്ട് ആരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ അതിൻ്റെ പുറകിന് പോയി അങ്ങനെ ജാക്ക് ഫ്രൂട്ട് ചിപ്സും ബനാന ചിപ്സും ഇറങ്ങി. ബനാന ചിപ്സിന് നല്ലൊരു റെസ്പോൺസ് മാർക്കറ്റിൽ നിന്നുണ്ടായി. പിന്നെ അത് ബനാന ചിപ്സിലോട്ട് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് അത് ശരിക്കും ഞാൻ ബനാന ചിപ്സ് തുടങ്ങണം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതല്ല. മറ്റൊരു പ്രോഡക്ട്സ് ചെയ്ത് അത് വിജയിക്കാതെ മറ്റൊരു പ്രോഡക്ട്സിൽ വന്ന് അതിൽ നിന്ന് ഇവോൾവ് ആയിട്ട് വന്ന ഒരു ട്രാൻസിഷനാണ് ഈ ബിയോണ്ട് സ്നാക്ക് കേരള ബനാന ചിപ്സിൽ ശരിക്കും ഉണ്ടായത്. ഇതൊരു എന്താ പറയുക, ഒരു വലിയൊരു കമ്പനിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ ഇതിലേക്ക് വന്നു? Thank you for having me here. So all the other co-panelists are entrepreneurs or business owners. I am managing a business for a big group. My company is Kerala Maxiva Finvest. So they are into gold loans predominantly into NBFC sectors. See, engane business like vannu ചോദിച്ചാൽ the promoter himself, he hails from a business family and they have been doing the business for quite a long period, and he as a dreamer he has visions to spread across pan India, so that he acquired more business units, selected people like me for managing that. So this business is quite a big opportunity business, like lot of other NBFCs, Muthoot, Manappuram kind of business units are doing the same thing, but the opportunity lies in front of us is very huge. Like about 80-85% of household gold ornaments are still lying there in the houses. It's not been monetized. Only 10-15% only came through these banks and NBFC for performing there in the GDP. So the opportunity is huge, and the promoter, Mr. Shibu Tekumbaram and his family, they realized the opportunity and started. This is the history of Kerala Maxiva. 25 years before they started as a small unit, and now for this last 10 years it has become slightly bigger. About 600 branches across pan India we have.
Tamil Nadu, Karnataka, Andhra, Telangana, and Maharashtra we have, along with Kerala. And almost all the branches are doing gold loan business predominantly. Then microfinance and business loans are the other product which we cater to from this branch. This is a brick and mortar business unit. We are there in the doorstep of all the customers. അവരുടെ അടുത്ത് പോയി ബിസിനസ് ചെയ്യുന്ന ഒരു ഇന്നോവേഷൻ അത് നെക്സ്റ്റ് ഫേസിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും. സി ദിസ് ഈസ് ഓൾസോ ഇവോൾവിംഗ് ത്രൂ ഇന്നോവേഷൻ ആൻഡ് ദാറ്റ് ഈസ് ദി ഹിസ്റ്ററി ഓഫ് കേരള മാക്സിവ. കറണ്ട് കമ്പനി സ്റ്റാറ്റസ് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിപ്പോൾ ഓൾറെഡി ആൻസർ ചെയ്തു. എനിവേ ഷെയർ യുവർ വ്യൂസ്, എങ്ങനെ ബിസിനസ്സിലേക്ക് വന്നു? ആൻഡ് താങ്ക് യു മനോരമ. ഐ എം ഫ്രം ക്രൈറ്റർ ഗ്രൂപ്പ് ആൻഡ് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമ്മൾ ക്രൈറ്ററിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് 2019 അതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഞങ്ങൾക്കൊരു ഫാമിലി ലെഗസി ഉണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ ചെറിയൊരു ഇന്നോവേഷൻ ചെയ്തിട്ട് നമ്മളൊരു ഫുഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകളായിട്ടാണ് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് തുടങ്ങി നമ്മൾ റിയൽറ്റി വേർഷനിലേക്കും കൂടെ അത് കൺവേർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. Yeah, hello, good evening everybody, and thank you Malayalam Manorama for having me over to talk about my business. Actually കര എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു മുണ്ടിൻ്റെ കരയില്ലേ, അങ്ങനെയാണ് ഈ പേര് വന്നത്. ആക്ച്വലി the reason for starting this is when I started my career in 1981 in IIM Ahmedabad in a handloom project, and that was my first tryst with the handloom industry. So that is where I had an opportunity to interact closely with the handloom weavers of Andhra Pradesh, Tamil Nadu, and Kerala. Okay, and finally mostly sort of understanding the perspective of the women weavers of the handloom industry, because avaranallo sherikum ee weaving cheyanadum, and there it is like a work life balance for them, and it's a struggle mode for them. And finally what we found was that after having interviewed, what we found was that they have a love hate relationship for the skill, because they love it because they're born with the skill, they hate it because it's not giving them proper remuneration. Finally, I even co-authored a book with 2 other faculty members of IIM Ahmedabad called The Perspectives of Women Weavers. So after that, basically, I'm not a business person, I'm just an academician. So after having worked for 22 years in various other projects, after my retirement, when I came to settle in Kerala, I just happened to revisit this same handloom unit whom I had interviewed about 22 years back for the book. Apparana manaslayadu that, see, of course, when I did the book itself, that topic is very close to my heart. So I thought, then when I revisited, I found that instead of going forward, they're almost dwindled down to a very pathetic condition. Ñangada local area, Kanjiramattam area. So that is when I really felt that something needs to be done. Chumma oru book ezhuthi shelf il vacha pora, and most of them are thoorth weavers, and nammal oru malayalike thoorth illatha oru jeevitham illa, we all need thoorth. Okay, now apart from that, how, and adu athra versatile oru fabric aanu, athra namukku oru it is so very versatile multi use fabric. പാടത്ത് പോകാനും കിച്ചണിൽ പണിയാനും കുളിക്കാനും പിന്നെ അമ്പലത്തിലെ പൂജാരി വരെ കൊടുത്തുകൊണ്ട് പോകുന്നത്, അത്ര യൂട്ടിലിറ്റി ഉണ്ട് അതിന്. So that is when me and my daughter, she is also co-founder of this company. She had finished her graphic design from Paris and she was working in Delhi. So we both thought through that why don't we just work on this versatile product of ours. Then she took on the branding of that. So totally we made it into a global product, and what really benefited was that that time she was in contact with a blogger in New York. Those days blogging was a big thing, Facebook and Instagram onnilla. So that blogger asked us to send us images of our collection and a story behind the whole collection, what we did. Appo nammala story images avarku ayichu koduthu. She blogged about us, and then there was no looking back, because those days she used to get about 30,000 hits a day. അത്രയ്ക്കൊരു പോപ്പുലർ ബ്ലോഗർ ആയിരുന്നു.
So finally, you know, I mean, that had a snowballing effect in the entire US market, because she was so much followed by big retail stores and big magazines like Better Homes and Gardens. So they featured our product. Appo angane we could really capture the entire US market. Not only that, we are the first retail online store of Kerala. That's what we were told once when we started this. Because we started an online store and we started on a B2C model. അത് കുറച്ച് കഴിഞ്ഞ് then after 5 years what we realized was that let us go for a B2B model. Then we started going for trade fairs and then started growing like that, and then, you know, finding a huge American market. Apart from that, we even have UK and other European markets too, but not to such a large scale. And now we are at a little roadblock because of tariff, so just waiting for that to be resolved, and hopefully we'll go further ahead. Thank you. ഞാൻ എന്നോട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. ഒരു തോർത്ത് വാല്യൂ ആഡ് ചെയ്താൽ എത്ര രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ വിൽക്കുക? See, അത് ഈ രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. See, one thing is that we all work with, Kara works with cooperatives. Now cooperatives എന്ന് പറഞ്ഞാൽ it's a sustainable manufacturing and it's very democratically run institutions, and they are the sheet anchor of fair trade. So therefore, they, you know, like നമ്മൾ അവർക്ക് ഡിസൈൻ കൊടുക്കുമ്പോൾ they tell us that madam ഈ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതിന് ഇത്ര വിലയാവും. Is that okay? We don't bargain on that. You tell us the price, then we make the margins based on that. See, ഒരു തോർത്ത് പറയുമ്പോൾ ഒരു കോക്ടെയിൽ നാപ്കിൻ തൊട്ട് ബീച്ച് ടവൽ ഉണ്ട്, ബാത്ത് റോബ് ഉണ്ട്, പിന്നെ കഫ്താൻ ഉണ്ടാക്കും ഞങ്ങൾ. വി ആർ മേക്കിംഗ് ബേബി ടവൽസ്, പിന്നെ സ്ട്രോളർ കവേഴ്സ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഒരു തോർത്തായിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ബീച്ച് ടവൽ, ലെറ്റ് മീ ടെൽ യു, ഐ മീൻ in an American market, I mean, big retail stores who bought about, say 3,000 beach towels from us, has priced it, that's a high-end store, they priced it at about $40. Imagine, you know, I mean, നമ്മുടെ നിന്ന് മേടിക്കുന്ന വില പോയിട്ട് അവർ വിൽക്കുന്ന വില അതാണ്. So obviously, you know, we had, even in an online store, they especially requested that please don't undercut our prices on your online store. So we had to maintain a parity with that, you know. And അവിടെ നല്ല ഡിമാൻഡ് ഉണ്ട്. And these are very huge towels with lot of intricate designs. അതുകൊണ്ട് so നമുക്കൊരു, I mean, ഒരു വില എന്ന് പറയുമ്പോൾ we cannot really, because this is a brand, you know. And there is a lot of, I mean, you know, value in that, because we had to engage very high skilled designers for it. And, you know, and then attend trade fairs. I mean, you know, a lot of marketing and everything together, put together, you know. So, പക്ഷേ ഇന്ത്യയിൽ നമ്മളത് വിൽക്കാൻ പോകുമ്പോൾ maybe we can sell it for about 900 to 1,000 rupees, because there are a lot of designs and very fine quality ആണ്. You know, we have refined on the quality, on the product, and, you know, colors, you know, we made, I mean, കുറേ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു വാല്യൂ അഡീഷൻ കൊണ്ട് ഒരു ബേസ് പ്രോഡക്റ്റിനുണ്ടാകുന്ന പ്രൈസ് ഇൻക്രീസിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിന് അവിടെ എന്താണ് ആഡ് ചെയ്യാനുള്ളത്? നമ്മളുടെ ഈ വാല്യൂ അഡീഷൻ കൊണ്ട് കായുപ്പേരി എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ നമ്മൾ ഏതൊക്കെ പ്രൈസ് ബ്രാൻഡിൽ ഏതൊക്കെ പ്രോഡക്റ്റ് റേഞ്ചിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ? അതായത് വാല്യൂ അഡീഷൻ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇപ്പം നമ്മളൊരു നല്ല രീതിയിലൊരു ബനാന കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിന് ഇറ്റ്സ് എ വാല്യൂ അഡീഷൻ. ബട്ട് അതിനെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വാല്യൂ അഡീഷൻ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ എന്താണ്, അതിനെ ഒരു ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഒരു പൊടിയാക്കി കിടക്കുന്നത് ഇറ്റ്സ് എ വാല്യൂ അഡീഷൻ. അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ പുറത്ത് സ്പോട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ ബനാന അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി, ദാറ്റ് ഈസ് ഓൾസോ ഇൻ എ വേ ഇറ്റ്സ് എ വാല്യൂ അഡീഷൻ. ഞങ്ങൾ ചെയ്യുന്നതാണ്, ഞങ്ങളതിനെ വേറൊരു ഫോമിലാക്കി മാറ്റുന്നു, വിച്ച് ഈസ് ഓഫ് എ ചിപ്സ്. ആ ചിപ്സിൻ്റെ തന്നെ വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സിലാക്കിയിട്ട് നമ്മളതിനെ മാർക്കറ്റിലെത്തിക്കുന്നു. സോ ഇതിൻ്റെ അതിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ആർ ലുക്കിംഗ് അറ്റ് ദി ബിസിനസ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചിപ്സിനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കലായിട്ടൊരു മാനുഫാക്ചറിങ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവെക്കാം. പക്ഷേ അതല്ല, ഓക്കെ, ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ബ്രാൻഡ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ബ്രാൻഡ് എന്നുള്ളത് വരുമ്പോൾ തന്നെ യു ആർ ആഡിങ് എ ലോട്ട് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം സാധാരണയുള്ള ബനാന പോരാ, യു നീഡ് എ ഗ്രേഡ് 1 ബനാന. ദെൻ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് പോരാ, യു നീഡ് ടോപ്പ് നോച്ച് ഇൻഗ്രീഡിയൻസ്. ദെൻ സാധാരണയുള്ള ഓയിൽ പറ്റുകയല്ല, ബെറ്റർ ഓയിൽ വേണം, ഹൈ ഓക്സിഡൈസിങ് കണ്ടൻ്റ് ഉള്ള ഓയിൽ വേണം, അല്ലെങ്കിൽ അതിൻ്റെ അതിൽ റീയൂസബിലിറ്റി പറ്റുകയല്ല. സോ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രസ്റ്റ്, റൈറ്റ്? എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ട്രസ്റ്റ് ദാറ്റ് യു ആർ ബിൽഡിംഗ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഉദ്ദേശമെങ്കിൽ
നമ്മൾ ആഡ് ചെയ്യുന്ന ക്രൈറ്റീരിയാസിൻ്റെ എണ്ണം കൂടും. ആ ക്രൈറ്റീരിയാസിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ കോസ്റ്റും അതിനനുസരിച്ച് കൂടും. ബട്ട് ഹിയർ ദി ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഇഫ് യു സീ ഒരു പ്രീമിയം ഒരു പ്രോഡക്റ്റ്, ഒരു ഗ്രേറ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ലൊരു പ്രീമിയം പ്രൈസിൽ എടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങാനും ആക്ച്വലി ആൾക്കാരുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ആർ പ്രസൻറ്റിങ് ഇറ്റ് and what exactly what is your business objective. Is the brand building is your business objective, you need to approach it like that and price it like that. ബിയോണ്ട് സ്നാക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ പറയുന്ന പോലെ കേരളത്തിൽ ആരെങ്കിലും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ, എവിടേക്കാണ് ഇപ്പം മാർക്കറ്റ്? ഞങ്ങൾ ശരിക്കും ഈ ചിപ്സ് ആദ്യം ഇറക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ച് ഏത് മാർക്കറ്റിലാണ് ഇത് ആദ്യം ഇറക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ തൃശ്ശൂരിലൊരു വൈഗ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഒരു ഫെസ്റ്റിവലുണ്ട്, ഒരു അഗ്രി ഫെസ്റ്റാണ്. നമ്മൾ അവിടെയാണ് ഇത് ആദ്യം കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര നല്ല റെസ്പോൺസാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. ഒരു കാര്യം ഉറപ്പാണ്, പ്രോഡക്റ്റിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇനി ഇത് എവിടെ വിൽക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞങ്ങളിതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 2020 ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ അടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലാണ് ആദ്യം നമ്മൾ കൊണ്ടുവന്ന് വെച്ചത്. തിയേറ്ററുകളിൽ വെച്ച് അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം കേരള മാർക്കറ്റിലോട്ട് തന്നെ നല്ല രീതിയിൽ ഇറങ്ങി ചെയ്യാം. പക്ഷേ അതിനുള്ളൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്, നമ്മളൊരു 1 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 1 കോടി എവിടെ ഇടുന്നത് നമുക്ക് നല്ലൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ഇടുകയുള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് കേരളത്തിലിടാം, ബാംഗ്ലൂരിലിടാം, ബോംബെയിലിടാം. 1 കോടി സെയിം 1 കോടിയായിരിക്കും ഞാൻ എല്ലായിടത്തും ഇടുന്നത്. പക്ഷേ ചിലപ്പോൾ കേരളത്തിൽ ഇടുന്നതിന് എനിക്ക് തിരിച്ച് ഒരു പക്ഷേ 2 കോടി വരും. ബാംഗ്ലൂരാണെങ്കിൽ ഒരു പക്ഷേ 5 കോടി വരും, മുംബൈയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 8 കോടി വരും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, ബോംബെയിൽ എടുത്തുള്ളൂ. അപ്പോൾ ഇത് എവിടെ വേണമെന്നുള്ള ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നതും. കോവിഡിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ഓഫ്ലൈൻ ഇറക്കാൻ പറ്റിയല്ല, GTയിൽ ഇറക്കാൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇറക്കാൻ പറ്റിയല്ല. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിലോട്ട് തിരിഞ്ഞു, ആമസോൺ, ഫ്ലിപ്കാർട്ട്. പക്ഷേ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഡേറ്റ ഈസ് റെഡിലി അവൈലബിൾ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കുന്നത് മഹാരാഷ്ട്ര റീജിയൻ. ഞങ്ങളുടെ ഏറ്റവും വലിയ സെയിൽ ഓൾമോസ്റ്റ് 26% ഓഫ് ദ സെയിൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, വിച്ച് ഇസ് ഇൻ 2020, വരുന്നത് ഈ മഹാരാഷ്ട്ര സൈഡിൽ നിന്നായിരുന്നു. അതിൻ്റെ അതിൽ തന്നെ ബോംബെ, പൂനെ അങ്ങനെയുള്ള മേജർ ടൗൺഷിപ്സ് ആയിരുന്നു. സോ പ്രോബ്ലം സോൾവ്. അപ്പോൾ ഞങ്ങളങ്ങനെ മഹാരാഷ്ട്രയിൽ ഇറക്കി. ശരിക്കും ഇന്നും കേരളത്തിലോട്ട് വരണമെന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ആലോചിച്ചിട്ടൊക്കെയാണ് നമ്മളെല്ലാപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് റീസൺ നമ്മൾ വെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം നോർത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം നോർത്തായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സെക്കൻഡ് മാർക്കറ്റ്. സോ നൗ ഇപ്പം അവിടെ തന്നെ വലിയൊരു യൂണിവേഴ്സാണ്, റീറ്റെയിൽ യൂണിവേഴ്സാണ്. അതിൻ്റെ ഒരു 1% പോലും ഞങ്ങൾ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. സോ വി ഹാവ് മോർ ടു വർക്ക് ഓൺ ദാറ്റ്. താമസിയാതെ തന്നെ കേരളത്തിലും വരും. പക്ഷേ റിലയൻസ് പോലെയുള്ള സെൻട്രലൈസ്ഡ് പർച്ചേസ് നടക്കുന്ന എല്ലായിടത്തും നമ്മളിപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. റിലയൻസിൻ്റെ എല്ലാ സ്റ്റോറിലും ഉണ്ട്, കാരണം അത് സെൻട്രലൈസ്ഡ് പർച്ചേസാണ്. അതേപോലെ തന്നെ ഓൺലൈനിലായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ കൊച്ചി പോലെയുള്ള എവിടെയൊക്കെ ഓൺലൈൻ അവൈലബിലിറ്റി ഉണ്ടോ അവിടെ എല്ലാം തന്നെ നമ്മളുണ്ട്. NBFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്, പ്രത്യേകിച്ചും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഫിനാൻഷ്യൽ സർവീസിൽ ഒരു എന്താ പറയുക സ്ഫോടനാത്മകമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം മുന്നേറാൻ എന്താണ് നിങ്ങളുടെ വശത്തു നിന്നുള്ള ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് അവിടെ ഉപയോഗിക്കുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ BFSI, ബാങ്കിങ്ങും NBFCs ഒക്കെ ചേർന്ന ഒരു ഇക്കോസിസ്റ്റം വളരെ വേഗത്തിൽ ഇന്നോവേറ്റ് ചെയ്ത് മുന്നേറുക. അപ്പോൾ പേഴ്സെ ഇന്നോവേഷൻ ഒരു ഇൻവെൻഷൻ പോലെയല്ല, അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമല്ല. എനി ടൈം എവറി ടൈം യു നീഡ് ടു ബി വിത്ത് ദി ഇന്നോവേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു കൾച്ചറാണ്. അത് ഒരു സ്റ്റോപ്പേജ് ഇല്ല. എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലകളാണെന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് NBFCസും BFSI, ബാങ്കിങ്ങും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-20 വർഷക്കാലം ചെക്സിലും അല്ലെങ്കിൽ DD ഒക്കെ ആയിട്ട് ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അതൊക്കെ വളരെയധികം കുറഞ്ഞ് ടെക്നിക്കലി ഇപ്പോൾ UPI ത്രൂ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ വെൻഡേഴ്സിൻ്റെ കയ്യിലും ചെറിയ ഒരു ഡിവൈസിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കാശ് അയക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ആൾ അറിയുന്നുണ്ടാവില്ല. ലോഡ് ഓഫ് ഇന്നോവേഷൻ ഹാപ്പനിങ് ബിഹൈൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ആക്ഷൻസ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ NBFCs നോക്കുകയാണെങ്കിൽ കേരളം മാക്സിമ ഈസ് ഇൻ ടു ഗോൾഡ് ലോൺ. ഐ സെഡ് ഗോൾഡ് ലോൺ ഇതൊരു 100, 200, 300 വർഷം പഴക്കമുള്ളൊരു ബിസിനസ്സാണ്. അതന്ന് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ നാട്ടിലും ഒരു കാശുള്ള ആളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് ഗോൾഡ് ആരെങ്കിലും കൊണ്ടുവെക്കുന്നു, അവർക്ക് കുറച്ച് പൈസ കൊടുക്കും. 2-3 മാസം കഴിയുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഇൻട്രസ്റ്റ് പൈസയൊക്കെ വാങ്ങിച്ച് എടുക്കും. അപ്പോൾ ദർ ഇസ് നോ പാരിറ്റി. ദേ മേ പ്രോബ്ലി ടേക്ക്
100%, 200% of interest. It is a exploitation. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് those who have actually started kind of NBFCs, they innovated. There is an opportunity. അവിടെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് KLM Maxiva പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ബിഗീസ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ പ്ലേയേഴ്സ് ഒക്കെ തന്നെ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ ബ്രാഞ്ച് സെറ്റപ്പ് അവിടെ ഒരു സ്ഥലത്ത് തുടങ്ങി അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയുകയും അതിന് നിങ്ങളുടെ ഇത്ര വാല്യൂ ഉള്ള ഗോൾഡിന് ഇത്ര രൂപ ലോൺ കിട്ടുമെന്നുള്ളൊരു പാരിറ്റി കൊണ്ടുവരികയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒരു ഇവല്യൂഷൻ സ്റ്റേജിലാണ് നൗ. വി ഹാവ് ഇന്നോവേറ്റഡ് ലോട്ട് ഓഫ് ടെക് എനേബിൾഡ് സർവീസസ്. ഇന്നിപ്പോൾ വീട്ടിലിരുന്ന് ഗോൾഡ് ലോൺ എടുക്കാം എന്നുള്ളതായി സ്ഥിതി. They don't want to come over there in the office for getting 10,000 rupees or 50,000 or 1 lakh rupee. So they can avail that loan within 2 to 3 seconds, in 3-4 touches. So they will get the money, and if they wanted to repay the money, it can be happening there in this home itself. Every travel ചെയ്താലും രാത്രി ആയാലും പകലായാലും 24 മണിക്കൂറും അവർക്ക് ലോൺ എടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്നോവേഷൻ. ഇത് സർവീസബിലിറ്റിയിൽ ഇപ്പോൾ ബാങ്ക്സുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they may take about 1 hour to 2 hours time or even a half a day for getting a loan in the gold loan space. But in NBFCs, our USP, our strategy is a quick service. ചിലപ്പോൾ ഒരു പക്ഷേ 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറിനകത്ത് അവർക്ക് ഒരു 50,000 രൂപയോ 1,00,000 രൂപയോ കിട്ടാനുള്ളൊരു സ്കോപ്പ് NBFCs തുറന്നു. അപ്പോൾ അതിൻ്റെ ടൈം ഫാക്ടറിലാണ്. അപ്പോൾ വി വാല്യൂ ദി ടൈം ഓഫ് ദി എൻഡ് യൂസർ. ദർ time is very much valued, and we accept that and we innovate for their time. For that matter, നമ്മുടെ സർവീസബിലിറ്റി ഒക്കെ തന്നെയും വളരെ ഫാസ്റ്റ് ആക്കുന്നു. അവർ ബ്രാഞ്ചിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ probably in 5 seconds all these KYC activities would be over, and by the time, like a machine, the other people will take the credit histories, everything, then അവരുടെ ഗോൾഡിൻ്റെ പ്യൂരിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം in 10 to 15 minutes time we can offer the value of that particular loan. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്നതും ടൈം സേവ് ചെയ്തുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് നടത്തിയെടുക്കാവുന്ന ഒരു ലോൺ ഫെസിലിറ്റി ആയിട്ട് ഇന്നോവേറ്റ് ചെയ്തു എന്നുള്ളതാണ് KLM Maxivaയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് തന്നെ കൊണ്ടുവന്നു. അതിന് ഇൻസ്റ്റാമണി എന്നാണ് അതിൻ്റെ പേര്. ആ ഇൻസ്റ്റാമണി ഇറ്റ് ഇസ് ഇൻസ്റ്റൻറ്റേനിയസ്. ഇൻ 5 seconds ദേ വിൽ ഹാവ് മണി ദെയർ ഇൻ ദി അക്കൗണ്ട്. ദേ ക്യാൻ ജസ്റ്റ് ട്രാൻസാക്ട്. അതുപോലെ തന്നെ പേ ചെയ്യാൻ പറ്റുന്നതും. അതുപോലെ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരുപാട് ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. സോ ദേ വാല്യൂ ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഗോൾഡ് ഇസ് വിത്ത് ഹസ്. അവർ നമ്മളെ ഏൽപ്പിക്കുന്ന ഗോൾഡ് വളരെ സേഫായിട്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് എന്നവർക്കറിഞ്ഞാൽ ദ ട്രസ്റ്റ് വിൽ ഗെറ്റ് ബിൽഡ് ഫാസ്റ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് AI എനേബിൾഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റഡി, സ്ട്രോങ് റൂം കസ്റ്റഡിയിൽ അതിൻ്റെ സർവൈലൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡേറ്റ ഇസ് മണി റൈറ്റ് നൗ. ഈ ഡേറ്റയിൽ നിന്ന് കസ്റ്റമറിൻ്റെ ബിഹേവിയർ അനുസരിച്ച് അവർക്ക് അതർ പ്രോഡക്ട്സ് ഓഫർ ചെയ്തതിന് വേണ്ടിയിട്ടും അത് അവരുടെ അടുക്കലേക്ക് എത്തിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സർവീസുകൾ. അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ആർ ബീങ് carried out through this innovation. And for innovation, we don't want to innovate ourselves. So a lot of people around us, they are innovating many products and we can collaborate it. അങ്ങനെ നമ്മൾ സർവീസ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എൻഡ് യൂസർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നതിന് KLM Maxiva, like almost all the NBFCs are doing, but we are so precise and we are doing it predominantly. കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട്. അതായത് റിയാലിറ്റി സെക്ടറിൽ അതിൽ വമ്പന്മാരുമുണ്ട്, ഈ പറയുന്ന പോലെ ചെറിയ രീതിയിലുള്ള. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി, ആസ് എ ന്യൂ എൻട്രി, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള USPs എന്തൊക്കെയാണ്? അത് നിങ്ങളുടെ ഈ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആക്ച്വലി ഒരു നോർമൽ ഒരു റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ എന്നതിലുപരി നമ്മളൊരു ഒരു മീനിങ് ഫുൾ പ്ലേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമ്മൾ ഉള്ളത്. അതിൽ നമ്മളൊരു വിഷണറീസിന് വേണ്ടിയിട്ടുള്ളൊരു ഹോം, അതാണ് നമ്മളൊരു സെഗ്മെൻറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഇന്ത്യൻ ബേസ്ഡ് ആയിരിക്കും. ഒരു ഇൻറ്റൻറ്റ് ഉണ്ടാവും ആ ഒരു പ്രോജക്റ്റിൻ്റെ ബാക്കിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും
അതിന് മുന്നോട്ട് പോകുന്നതും. അങ്ങനെ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അല്ലാതെ നോർമലി ഒരു ടിപ്പിക്കലി ഒരു ട്രഡീഷണലി അല്ലെങ്കിൽ ഒരു ലാൻഡ് ബിൽഡിങ് ഒരു സ്ക്വയർ ഫീറ്റ് വിൽക്കുന്ന ഒരു നോർമൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എന്താണ് നിങ്ങളുടെ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇത് പറയാവുന്ന എന്താണ്? നമുക്ക് ഒരുപാട് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിറ്റിയിൽ തന്നെ ഒരുപാട് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊരു പ്രോജക്റ്റ് വരുന്നത് കാശ്മീർ കുന്ന് എന്ന് പറഞ്ഞൊരു ലാൻഡിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാശ്മീർ കുന്ന്, കാശ്മീർ പേര് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. അവിടെയാണ് നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ മനോഹരതയാണ് ആ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഓപ്പണായിട്ട് ചിന്തിക്കാനും അവിടെ ആ ഒരു വിഷണറീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സെറ്റപ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്തത് ഹിന്ദു മേനോനാണ്. ഈ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു വാല്യൂ അഡീഷനുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്നോവേഷൻ ആയിരുന്നു. അതുപോലെ ആ മാനുഫാക്ചറിങ് രീതിക്കും, അതായത് വളരെ കുറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് വെച്ചിട്ട്, കമ്പനിയുടെ റിസോഴ്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് തൊഴിലവസരം കൊടുക്കുന്ന ഒരു ഐഡിയയും കൂടെയാണ്. അതെങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് നടപ്പാക്കിയത്? ആക്ച്വലി ഞങ്ങളുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വാട്ട് വി ഡിഡ് വാസ് ദാറ്റ് ഞങ്ങൾ സ്വന്തമായിട്ട് വി ഡിഡ് നോട്ട് സ്റ്റാർട്ട് എനി വീവിങ് യൂണിറ്റ് ആൻഡ് എനിത്തിങ്. ഇവിടെ നിലവിലുള്ള ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് നെയ്ത്തുശാലകളുണ്ടല്ലോ കേരളത്തിൽ, എല്ലാ ദിക്കിലും ഓൾ ഓവർ കേരള കോപ്പറേറ്റീവ്സ് ഉണ്ട് നെയ്ത്തുശാലകൾ. ഞങ്ങൾ അവരായിട്ടാണ് കൊലാബറേറ്റ് ചെയ്യണത്. സോ അവേഴ്സ് ഈസ് ബേസിക്കലി ലൈക്ക് എ ഡിസൈൻ ഇൻ്റർവെൻഷൻ ആൻഡ് എ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. സോ നമ്മൾ അവർക്ക് ഡിസൈൻ കൊടുക്കുന്നു ആൻഡ് ദേ മേക്ക് ദ ഡിസൈൻസ് ഫോർ us ആൻഡ് വി മാർക്കറ്റ് ഇറ്റ് ഫോർ ദം. So basically നമ്മൾ we are sort of augmenting their livelihood. It's not that we are that they're living only off Kara's orders. അവർക്ക് സ്വന്തമായിട്ട് ഓർഡർ ഉണ്ടാവും, ഓണത്തിനും വിഷുവിനും സാരി ഉണ്ടാക്കും ഒക്കെ ചെയ്യും. പക്ഷെ അത് കൂടാണ്ട് നമ്മുടെ പ്രോഡക്ട്സ് ചെയ്യുമ്പോൾ ആൻഡ് വി ഓൾസോ പേ ദം എ പ്രീമിയം വാല്യൂ പ്രൈസ് ഫോർ മേക്കിംഗ് ആ പ്രോഡക്ട്സ്. പിന്നെ അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഇസ് ഫുള്ളി ടേക്കൺ കെയർ ഓഫ് ബൈ ദം. ഞങ്ങൾക്ക് അതിനകത്തൊരു റോളും ഇല്ല, ജസ്റ്റ് ഡിസൈൻ ആൻഡ് മാർക്കറ്റിംഗ്. ആൻഡ് വൺസ് എ പ്രോഡക്റ്റ് ഇസ് മെയ്ഡ് ദേ സെൻഡ് ഇറ്റ് ടു അസ്. ഞങ്ങളത് ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വി സെൻഡ് ഇറ്റ് ടു ദി വേരിയസ് കസ്റ്റമേഴ്സ്. അത് ബൾക്ക് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ റീറ്റെയിൽ ഓർഡർ ആയിരിക്കാം, വാട്ട് എവർ. ആൻഡ് ഫൈനലി സോ ആ ഒരു യൂണിറ്റ് ഞങ്ങളുടെ സ്റ്റുഡിയോ കം എന്താ പറയുക ഒരു ഫുൾഫിൽമെൻറ്റ് യൂണിറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അത് കാഞ്ഞിരമറ്റത്താണ്. ആൻഡ് ദ സ്റ്റുഡിയോ ഹാസ് ഗോട്ട് കപ്പിൾ ഓഫ് ഡിസൈനേഴ്സ് പ്ലസ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടി വി ഹാവ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, വി ഹാവ് എൻ ഇൻവെൻട്രി മാനേജർ ആൻഡ് 3-4 people for packing. ആൻഡ് ഫൈനലി ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് പാക്ക് ചെയ്ത് അത് അയക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വി ബേസിക്കലി ഹാവ് എ ടൈപ്പ് വിത്ത് ഇന്ത്യ സ്പീഡ് പോസ്റ്റ്. ഞങ്ങൾ 10-18 കൊല്ലമായിട്ട് വി ബീൻ ഓൾമോസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ഇന്ത്യ സ്പീഡ് പോസ്റ്റ്. ദേ ഹാവ് എക്സലൻറ്റ് സർവീസ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് പുറത്തേക്ക് പോകും. ദെൻ വി ഗോ ഫോർ ട്രേഡ് ഫെയർസ് ആൻഡ് വി ഗെറ്റ് ന്യൂ ഓർഡേഴ്സ്. അതിവിടെ വന്നിട്ട് സോ അങ്ങനെ വാട്ട് ഐ മെന്റ് ഈസ് ലോക്കലി നമുക്കൊരു 8-10 ലേഡീസിന് we're able to give them a job. And because production is not done by us, it is done by the നെയ്ത്തുശാലകൾ. എനിക്ക് ഈ സമയത്ത് വേറൊരു ക്വസ്റ്റ്യൻ, രാവിലെ താരിഫിൻ്റെ ഇഷ്യൂ പറഞ്ഞു. അപ്പോൾ ടെക്സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ താരിഫ് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ഇപ്പം US ആണല്ലോ പ്രധാന മാർക്കറ്റ്. ശരിക്കും ആക്ച്വലി US is our key market. പക്ഷേ സോറി ഇപ്പോൾ lot of orders are now kept on hold. അതുകൊണ്ട് we are just waiting for the tariff issue to settle down to restart the orders, because we have started conversations. ഞങ്ങളുടെ പഴയ ക്ലയൻസ് ഒക്കെ ഒത്തിരി പേരുണ്ട്. They just said, can we just hold it up for some time until this gets issued. We are crossing our fingers hoping that it will get issued. At the same time ഞങ്ങൾ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ കുറച്ചുകൂടി അഗ്രസീവ്ലി നോക്കുന്നുണ്ട്. ആൻഡ് പ്ലസ് ജാപ്പനീസ് മാർക്കറ്റ് നോക്കുന്നുണ്ട്. ആൻഡ് മെനി അതർ മാർക്കറ്റ്സ് we are also exploring. And along with that, we are also very aggressively now exploring domestic market. Because domestic market, what we find is that, there is a big potential. Because see, nammalipo Gen Z ne patti parnilla, we were covered as one of the, collaborators of a company, who was featured in the Ford magazine. And avare parnathu that the next, I think next support sustainability will get is from Gen Z.
because Gen Z people are very conscious about sustainable products, and they are very supportive of these kind of cultural and sort of traditional products. So hopefully India there is a large potential of market among the Gen Z group. So that's it. മനോജിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഗോൾഡ് പ്രൈസിലുണ്ടായ ഒരു ഇൻക്രീസ് ഉണ്ടല്ലോ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. ഇത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇനി ഗോൾഡ് പ്രൈസിൻ്റെ ഒരു ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? അതോടൊപ്പം ഒരു NBFC, കാരണം കേരളത്തിൽ ഒരുപാട് NBFCകളുണ്ട് ഈ സെക്ടറിൽ, അതിനെ ഈ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് എങ്ങനെ ബാധിക്കും എന്നൊന്ന് പറയാൻ പറ്റുമോ? ഗോൾഡ് പ്രൈസിൻ്റെ ഇൻക്രീസ് എന്തുകൊണ്ടാണ് എന്നുള്ളതാണെങ്കിൽ ദർ ആർ മൾട്ടിപ്പിൾ. എന്തുകൊണ്ടെന്നല്ല, ഇനി എങ്ങോട്ടെന്നാണ് ആൾക്കാർക്ക് അറിയാനുള്ളത്. സോ ഗോൾഡ് പ്രൈസ് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, ഇപ്പോഴത്തെ വാർസ്, അല്ലെങ്കിൽ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരിഫ് ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു ഹൈക്കിന് പ്രധാനമായിട്ടുള്ള കാരണമാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൌട്ട് 35 to 40% of incremental growth has been happening in the gold price. In the same way, നേരത്തെ ചോദിച്ച പോലെ in NBFCs who are dealing with this gold, average growth per se ഒരു CAGR നോക്കുകയാണെങ്കിൽ ഒരു 42%, 43% ആണ്. For the last 3-4 years it is about 25 to 26. അപ്പോൾ ഈ 2 വർഷത്തെ ഗോൾഡിൻ്റെ ഗ്രോത്തിനനുസരിച്ച് NBFCസിൻ്റെ ടോട്ടൽ AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രൈസിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഗോൾഡ് ശരിക്കും സോവറിൻസിൻ്റെ ബേസിൽ എക്കണോമി ബിൽഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിൻ്റെ പ്രൈസ് അങ്ങനെ ഒരു ട്രമെൻഡസ് ആയിട്ട് കൂടിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ഫോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, അതിൻ്റെ മേക്കിങ്ങിന് ഒരുപാട് ക്യാപെക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ അവൈലബിലിറ്റി അധികമില്ലാത്ത കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് വളരെ ഒരു സഡൻ ഫോളോ, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു താഴ്ചയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു 5 to 6% ഒരു വോബിളിംഗ് നേച്ചർ ഉണ്ടായിരുന്നിരുന്നാലും ലോങ് റണ്ണിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ കഴിഞ്ഞ ഒരു 25-30 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് താഴ്ന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒട്ടും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഗോൾഡ് വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രൈസ് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ 2 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷം വളരെ കൂടിയിട്ടുണ്ട്. ആ ഒരു പ്രൈസ് ഹൈക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കറക്ഷന് വിധേയമാകാം. ഒരു 5-10% ഒരു കറക്ഷൻ ഉണ്ടായാലും ഓൺ ടോട്ടോ ഇറ്റ് വിൽ ഗോ ഇൻക്രീസ് ആൻഡ് ദി ഗോൾഡ് പ്രൈസ് may probably touch to a level which we can't imagine. അപ്പോൾ അതിന് പാരലായിട്ട് ഇപ്പോൾ സിൽവറിൻ്റെ പ്രൈസിലൊക്കെ ഒരു നല്ല ഹൈക്ക് വന്നിട്ടുണ്ട്. ആൾക്കാർ സിൽവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. അതിനോടുപരി തന്നെ സിൽവർ ഒരുപാട് പുതിയ എമേർജിങ് ബിസിനസ്സുകളുടെ ടൂളാണ്. അതിപ്പോൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ബിസിനസ്സിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ EVs, കാർസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സിൽവറിൻ്റെ ഉപയോഗം കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൽവർ ഒരു പാരലൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആകുന്നു, അതിൻ്റെ പ്രൈസ് കൂടുന്നു. സിൽവറിനും ഗോൾഡിനും ഒക്കെ ആ ഒരു പ്രൈസ് ഹൈക്ക് നമുക്കൊരു അൺപാരലായിട്ട് തോന്നും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുറയുമോ എന്നുള്ളൊരു പേടി ഇപ്പോൾ വേണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം റീസെൻ്റായിട്ട് RBI ഒരു സർക്കുലർ ത്രൂ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ഗോൾഡ് ലോൺ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനികൾക്കൊക്കെ തന്നെ യു ക്യാൻ അക്സെപ്റ്റ് ഈവൻ സിൽവർ ആസ് വെൽ, യു ക്യാൻ ലെൻഡ് അഗെയിൻസ്റ്റ് സിൽവർ. നേരത്തെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ ഗോൾഡ് കോയിൻസും ഗോൾഡ് ബാർസും ഒന്നും ഈ NBFCs ഗോൾഡ് ലെൻഡ് ചെയ്യാൻ, അതിന് അഗെയിൻസ്റ്റ് ലെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഈസ് വെരി മച്ച് ഓപ്പൺ ഫോർ ഇമ്പോർട്ടിങ് മോർ ഗോൾഡ് ഇൻ ടു ദി കൺട്രി. അപ്പോൾ നേരത്തെ ആ ഒരു ഇമ്പോർട്ട് കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനായിട്ട് എടുത്ത ഒരു മെഷറാണ് ഗോൾഡ് കോയിൻസിനും അല്ലെങ്കിൽ ബാർസിനും ഒക്കെ അഗെയിൻസ്റ്റുള്ള ലെൻഡിങ് പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഗോൾഡ് എത്രത്തോളം അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈസ് ദി ബിഗസ്റ്റ് കൺട്രി വെയർ ഗോൾഡ് അബൻഡൻസ് ഇസ് ദെയർ. ഒരുപക്ഷെ മറ്റ് പല രാജ്യങ്ങളെക്കാൾ, ഇപ്പോൾ ഈവൻ US കഴിഞ്ഞാൽ ബാക്കി പല രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ
ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട്, ഈവൻ നമ്മുടെ ഹൗസ് ഹോൾഡ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫാസിനേഷൻ ഓഫ് ഗോൾഡ് ജ്വല്ലറി ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്വല്ലറി ആയിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് ഗോൾഡ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ലെൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയും വളരെയധികം കൂടുകയാണെന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതയും കൂടുതൽ കമ്പനികൾക്ക് ഇതിനകത്ത് ഇത് മോണിറ്റൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് ഇവൻ ബാങ്കും NBFC ഒക്കെ ചേർന്നിട്ട് 10% താഴെയുള്ളൂ. നമുക്ക് 25,000 ടണ്ണേജ് ആണ് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ്. അതിൽ വളരെ കുറച്ച് 5 to 10% മാത്രം നമുക്ക് ഇപ്പോൾ ബാങ്ക്സിലും NBFCസിലും ഒക്കെ അതിനകത്ത് മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ദി ലാർജർ സ്പേസ് വിച്ച് വി ക്യാൻ എൻവിസാജ് ഫോർ ബിസിനസ് ദാറ്റ് ഇസ് ഹ്യൂമങ്കസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NBFCസിൻ്റെ ഗ്രോത്ത് നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതലുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാങ്ക്സിന് ഇപ്പോൾ റൂറൽ സൈഡിൽ അധികം ബ്രാഞ്ചസുമായിട്ടൊന്നും കേറ്റർ ചെയ്യാനുള്ള സാധ്യതകളില്ലാത്തിടത്തോളം NBFCസിന് അവരുടെ കുറഞ്ഞ ചിലവിലുള്ള ബ്രാഞ്ചസ് അത് എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻ ദി ഡോർ സ്റ്റെപ്പ് ഓഫ് ദി കസ്റ്റമർ ഇറ്റ് ഈസ് അവൈലബിൾ. അവർക്കധികം ദൂരം യാത്ര ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ സമയത്തിന് വില വെക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ NBFCസിൻ്റെ ഗോൾഡ് ലോൺ, പ്രത്യേകിച്ച് ഗോൾഡ് ലോൺ NBFCസിന് ദർ ആർ മോർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. While the gold price is increasing, people will be investing into that so that they will also have more amount of gold in their hand. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ തീമെന്ന് പറയുന്നത് സുസ്ഥിര വളർച്ച ബിസിനസ്സിൽ നിന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എല്ലാവരോടും ഉള്ളതാണ്. ഏറ്റവും ബ്രീഫായിട്ട് വൺ സെൻറ്റൻസ് അല്ലെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യുക. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, അതിൽ ഇന്നോവേഷൻ എന്ത് റോള് വഹിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്? സോ ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് തന്നെ ടു പ്ലേസ് എ പാക്ക് ഓഫ് ബനാന ചിപ്സ് നെക്സ്റ്റ് ടു എ പാക്ക് ഓഫ് പൊട്ടറ്റോ ചിപ്സ് ഓൺ ഓൾ ദ റീറ്റെയിൽ ഷെൽഫ്സ് ഓഫ് ദ വേൾഡ് എന്നാണ്. അപ്പം ഇത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ ടീമിനോട് തന്നെ പറയും, നാളെ ഒരു കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ടൂറിന് പോകുമ്പോൾ അവിടെ ഇറങ്ങി ഒരു സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മളെ തന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തു എന്ന് അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. സോ ഇതിനിടയ്ക്ക് ഓരോരോ മാർക്കറ്റായിട്ടാണ് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇന്ത്യ മാർക്കറ്റ്, സോ ഇവൻച്വലി അതർ മാർക്കറ്റ്സിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നു എന്നുള്ളത് രീതിയിലോട്ട് വരുന്നത്. Hopefully, I mean, touch wood, everything works well. We'll be able to achieve that thing. Within that, ബനാന ചിപ്സിൽ തന്നെ നമുക്ക് ഒരുപാട് മീനിങ് ഫുൾ ഇന്നോവേഷൻസ് നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ തന്നെ ഈ അടുത്ത കാലത്ത് ലേസിൻ്റെ സ്റ്റൈലിൽ തന്നെ ക്രിങ്കിൾ സ്റ്റൈലിലുള്ളത് അല്ലെങ്കിൽ പല ഫോമാറ്റ്സിലുള്ളത് പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഓയിൽ ബേസസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അതിൽ കൊണ്ടുവരുന്നത് ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസ് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. സോ ഈ വക മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെയധികം ഇന്നോവേഷൻസ്, ഇറ്റ്സ് നോട്ട് എ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻസ് ഓഫ് കോഴ്സ്, ബട്ട് എന്താണ് പറയുന്നത്, ഒരു മീനിങ് ഫുൾ ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻസ് ഒരുപാട് സാധ്യതകളുള്ളൊരു ഒരു മേഖലയാണ് സ്നാക്കിങ്. സോ ഫോർ എസ് ഫ്യൂച്ചർ പ്ലാൻസ് ആർ സ്പ്രെഡിങ് അക്രോസ് പാൻ ഇന്ത്യ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ 2047 ഒരു ഡെവലപ്ഡ് കൺട്രി ആകണമെന്ന് ആഗ്രഹിച്ച് പോവുകയാണ്. അപ്പോൾ അതിൽ ലോട്ട് ഓഫ് ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് അതെ, ക്രെഡിറ്റ് നീഡ്സ് അതെ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രെഡിറ്റ് ഗ്യാപ്പ് ഉണ്ട്. സോ ദി ക്രെഡിറ്റ് ഗ്യാപ്പ് ക്യാൻ ബി ഇൻ predominantly in the rural segment. NBFCs are the choice where നമ്മൾ എല്ലായിടത്തും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെയധികം ബിസിനസ്സിനുള്ള സ്കോപ്പ് ഉണ്ട്. സോ our number of branches currently is 600. We need to increase the branch strength of business. ഈ ഒരു എക്കണോമിക് ബൂമിൽ ഇപ്പോൾ ഒരു 6.2% ഓഫ് ഗ്രോത്ത് ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് 8-9% ഒക്കെ എൻവിസാജ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ചെറിയൊരു കുറവുണ്ടെങ്കിലും അത് കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുതിയ വെന്യൂസ് വരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഒരു കമ്പനി ഇന്ത്യയിൽ അക്രോസ് പാൻ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പ്രസൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷൻ. അതിലൂടെ തന്നെ നമ്മുടെ ഏറ്റവും പൈനിയർ ആയിട്ടുള്ള ഗോൾഡ് ലോൺ NBFCs ഒക്കെ തന്നെ their business is about 1 lakh crore plus. അപ്പോൾ 1-2 കമ്പനികൾ ചേർന്ന് 80-85% ഓഫ് ബിസിനസ് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 10% ഓഫ് ഗ്രോത്ത്, 10% ഓഫ് പൈ മാർക്കറ്റ് ഷെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് 3 ഇയേഴ്സിലെ കേരള മാക്സ്വേയുടെ പ്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഓരോരോ പ്രോജക്റ്റും ഓരോരോ ഇൻറ്റൻറ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അത് ചിലപ്പോൾ ഒരു ബീച്ച് സൈഡിൽ ബീച്ച് ഹൗസസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിനുള്ള വീടുകളായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ഓരോരോ പ്രോജക്റ്റിനും ഓരോ ഇൻറ്റൻഷൻ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാണ് ഞങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ഉള്ളത്.
Then, of course, there is, coming up with more value-added products. And see, actually, ഞങ്ങളുടെ innovation എന്ന് പറഞ്ഞാൽ that is first and foremost to make it a global product, അല്ലാതെ not for any particular community. See, ഇപ്പോൾ തോർത്ത് പറയുമ്പോൾ basically Malayalis ഉപയോഗിക്കണമെങ്കിലും, but we have been able to really penetrate into the non-Malayali customer base. ഞങ്ങളുടെ ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ കഴിഞ്ഞ 17 years ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ്ലി നോൺ കേരള ഓർ സേ non-Indian Malayali base. I mean, non-Indian customer base, which is a big achievement, and we really want to take it further up. And and also more than anything, we provide internship for many design students and management students. So we want to even increase on that count, because every year we've been getting at least 2 or 3 design interns. Not only Indian Matrala, even from Denmark we've had once a bunch of students, and there has been 2 students from the US who really wanted to come to India, understand something, a hand-woven product which is so close to our culture. അപ്പോൾ അതൊക്കെ വാല്യൂ ചെയ്യുന്ന സ്റ്റുഡൻസ് കുറേ പേരുണ്ട്, ആൻഡ് എവറി ഇയർ വി ഹാവ് അറ്റ്ലീസ്റ്റ് 2 interns. Now we want to increase that also, along with our market and product innovation and finding a viable market. Idum kuda, and also mentoring people who want to start a business in this kind of a field where there is design, innovation and market oru synergy pole interest ulla pillarkku we are even giving that kind of a mentoring. So ഓക്കെ, താങ്ക് യു. നമുക്ക് ടൈം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരണ്ട. 1 or 2 questions. ഗുഡ് ഈവനിങ്. എനിക്ക് ക്രിയേറ്റീവ് ഗ്രൂപ്പിൻ്റെ ഇടിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് അട്രാക്റ്റീവായിട്ടുള്ള ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്? നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് നമ്മൾ പ്രോജക്റ്റിന്. നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് വിഷണറീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അങ്ങനെ ചിന്തിക്കുകയും ഫ്യൂച്ചർ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ എങ്ങനെ ആയിരിക്കണം അതുപോലെയുള്ള എല്ലാം നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണത്. അത് ഇപ്പോൾ ഒരു വിത്തിൻ 2 months ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതാണ്. Thank you so much, everyone. It's time to present the memento to our esteemed speakers. I invite Mr. Paul Joseph, General Manager Marketing, to present the memento to our speakers. Mr. Manas Madhu, Mr. Manoj Ravi, Ms. Dadu Iflu, Ms. Indu Menon, thank you so much, everyone.